ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ രാവിലെ തന്നെ ഞാനും അമ്മയും കൂടി അമ്പലത്തിലേക്ക് പോയതാണ്. ഇത് നമ്മുടെ എടപ്പള്ളിയിലുള്ള ഗണപതി ടെമ്പിളാണ്. അമ്മ മിക്കപ്പോഴും ഇവിടെ വരാറുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൊറോണ ടൈമിലാണ് ഇവിടെ ലാസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നാളെ എൻ്റെ ലൈഫിൽ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും അമ്മയും കൂടി അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് അമ്മയായിരിക്കുള്ളൂ. കാരണം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, അമ്മയെ വീട്ടിലിരുന്ന് വിളിച്ചിട്ടുണ്ടെങ്കിലും ദൈവങ്ങൾ കേൾക്കുന്നതാണ്. എന്നാൽ അമ്മ തിരിച്ച് പറയാറുള്ളത് നമ്മൾ ചെന്ന് പറയേണ്ടടുത്ത് നമ്മൾ ചെന്ന് പറയേണ്ടതെന്നാണ്. അപ്പം അങ്ങനെയാണ് അമ്മയ്ക്ക് കുറച്ച് വിശ്വാസം കൂടുതലാണ്. ഞാൻ അതിനൊന്നും നെഗറ്റീവ് പറയാറുമില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളല്ലേ. അതിപ്പോൾ അമ്മയ്ക്കത് ആശ്വാസം കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ തിരുത്താൻ പോവാറെന്നാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. അങ്ങനെ രാവിലെ അമ്മയുടെ കൂടെ അമ്പലത്തിലേക്കൊക്കെ വന്നു. അമ്മ ചന്ദനമൊക്കെ തൊട്ട് വന്നു. പിന്നെ പാറുവാണെങ്കിൽ ഇവിടുത്തെ ഉണ്ണിയപ്പം വാങ്ങിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അടിപൊളി ഉണ്ണിയപ്പമാണ്, നല്ലൊരു ടേസ്റ്റ് ആട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലും കാര്യങ്ങളൊക്കെ എത്തി. വൈകുന്നേരം ആയപ്പോഴത്തേക്കും എല്ലാവരും കൂടി ഇരുന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാണ്. ലല്ലു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലല്ലുവിൻ്റെ അമ്മിച്ചി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പാറുവാണെങ്കിൽ ഈ ഒരു ഫേഷ്യൽ ക്രീമും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുഖത്ത് അപ്ലൈ ചെയ്ത് തരാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫേഷ്യൽ ചെയ്യാനും കാര്യങ്ങളൊന്നും ഒന്നിനും ടൈം ഉണ്ടായിരുന്നില്ല. എനിക്കിപ്പോൾ എന്താണെന്നറിയില്ല, ഒന്നിനും ടൈം തികയാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഇതൊക്കെ ഒന്ന് ഇട്ട് തരാണ്. ചുണ്ണുവാണെന്നുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് ഓരോ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നാളെ ലൈഫിൽ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ചെറിയ രീതിയിലെല്ലാം നടത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണെന്നറിയില്ല, കുറച്ച് വിഷമിപ്പിച്ചിട്ടാണെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമുള്ള രീതിയിൽ സക്സസ് ആവാറുണ്ട്. അതിന് ഞാൻ ദൈവത്തോട് എന്നും നന്ദി പറയാറുണ്ട്. കാരണം നമ്മൾ എന്ത് വിചാരിക്കുന്നോ അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമല്ല അത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അച്ഛൻ കൂടെയില്ല, അല്ലെങ്കിൽ അച്ഛനില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഭയങ്കര ഒരു ഇത് തന്നെയാണ്. കാരണം ഞാൻ ഓരോ ഓരോ ടൈമിൽ ഞാൻ ആരെയും കാണിച്ചില്ലെങ്കിൽ ഞാൻ ചിന്തിക്കാറുണ്ട് അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത്. അപ്പോൾ ആ ഒരു മൊമെൻറ്റിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോണത്. എന്നാലും